മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनि निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहरा सुदुरितं दुर्गे നമസ്തേംബികേ. ഇന്ന് ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവി അസുരന്മാരെ മഹിഷാസുരൻ്റെ കൂടെ വന്നതായിട്ടുള്ള അസുരന്മാരെയൊക്കെ കുറേയധികം അസുരന്മാരെ വധിച്ചതിൻ്റെ കഥയാണ് വരണത്. ആ ദേവിയുടെ യുദ്ധഭൂമിയിലെ വിലാസം ആണ് പറയണത്. പാതയാമാസ ചൈവന്യൻ ഖണ്ഡാസ്വന വിമോഹിതൻ അസുരൻ ഭുവി പാശേന ബദ്ധ്വാ ചാന്യാൻ അകർഷയരേ. ദേവി കുറേ ഉള്ളതായിട്ടുള്ള അസുരന്മാരെയൊക്കെ ഓരോരുത്തരെ വധിച്ചു എന്ന് പറഞ്ഞു. പിന്നെ പാതയാമാസ ച ഏവ അന്യാൻ ഇപ്രകാരം അന്യാൻ മറ്റുള്ളവരെ കുറേ പേരെ, അതായത് പല ആളുകളെ വധിച്ചു എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് കുറേ ആളുകളെ അന്യാൻ വേറെ ചിലരെ പാതയാമാസ വീഴ്ത്തി എന്നാണ്. പാതയാമാസ വീഴ്ത്തി എങ്ങനെ? ഖണ്ഡാസ്വന വിമോഹിതൻ. ആ ഖണ്ഡാസ്വനം കൊണ്ട് ആ മണി ഇതായിട്ടുള്ളതായിട്ടുള്ള ആ മണി കൊണ്ട് മണിയുടെ ശബ്ദം, ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആളുകൾ മോഹിച്ചു വീണു എന്നാണ്. എൻ്റെ ഇതായിട്ടുള്ളതായിട്ട് അത്യധികമായിട്ടുള്ള ആ ശബ്ദം, അതുകൊണ്ട് തന്നെ അസുരന്മാർ പലരും സ്വനം ശബ്ദം, ആ ഖണ്ഡയുടെ ശബ്ദം കൊണ്ട് മോഹിതരായിട്ട് അനവധി പേര് താഴെ വീണു എന്നാണ്, നിലത്ത് വീണു. ഇനി അസുരാൻ ഭുവിപാശേന ബദ്ധ്വാച അന്യാൻ അകർഷയത്. അസുരാൻ ഭുവി പാശേന പാശം കൊണ്ട്, വരുണപാശം കൊണ്ട് ബന്ധിച്ചിട്ട്, ബന്ധിച്ചിട്ട് അസുരാൻ ഭുവി അന്യാൻ അകർഷയത്. അന്യാൻ അസുരാൻ മറ്റുള്ളതായിട്ടുള്ള കുറേ അസുരന്മാരെ ഭുവി അകർഷയത് ഭൂമിയിൽ വലിച്ചു എന്നാണ്. പാശം കൊണ്ട് ബന്ധിച്ച് അവരെ ഭൂമിയിൽ വലിച്ചഴച്ചു എന്നുള്ളതാണ്. അന്യാൻ ആദ്യം കുറേ അസുരന്മാർ മോഹിച്ചു വീണു. വേറെ ചിലരെ പാശം കൊണ്ട് ബന്ധിച്ച്, വരുണപാശം കൊണ്ട് ബന്ധിച്ച് ഭൂമിയിലിട്ട് അന്യാൻ അകർഷയത്, കർഷിക്കുക വലിക്കുക എന്നുള്ളതാണ്. അവരെ ഭൂമിയിലിട്ട് വരുണപാശം കൊണ്ട് ബന്ധിച്ച് ഭൂമിയിൽ ഇട്ട് വലിച്ചു എന്നാണ്. ഇനി കേചിത് വിധാകൃതാസ്തീക്ഷ്ണൈ ഖണ്ഡപാതൈസ്തഥാപരേ വിബോധിത നിപാതേന ഗതയാ ഭുവി ചേരതേ. ഇനി കേചിത് ചിലര്, അതായത് ഇങ്ങനെ സൈന്യങ്ങളുടെ നടുക്ക് ഈ സിംഹത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആളുകളെ വധിച്ചുകൊണ്ട് എന്നുള്ളതാണ്. അനവധി സഹസ്രങ്ങളായിട്ടുള്ള കൈകളാണുള്ളത്. അപ്പോൾ അനവധി കൈകളിൽ ആ സഹസ്ര കണക്കിനുള്ളതായിട്ടുള്ള കൈകളിലൊക്കെ ആയുധങ്ങളുണ്ട്. അങ്ങനെ ആ ആയുധങ്ങളെ കൊണ്ട് ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് വധിച്ചത് എന്നാണ് പറയണത്. കേചിത് ദ്വിധാകൃത തീക്ഷ്ണൈ, അവിടെ പദം മുറിക്കുമ്പോൾ കേചിത് ദ്വിധാകൃതാ തീക്ഷ്ണൈ, ചിലര് തീക്ഷ്ണങ്ങളായിട്ടുള്ള ഖഡ്ഗപാതൈ, ഖഡ്ഗങ്ങളുടെ പാദം കൊണ്ട്, ഖഡ്ഗങ്ങളുടെ വീഴ്ച കൊണ്ട്, ഖഡ്ഗങ്ങൾ അവരുടെ ദേഹത്ത് പതിച്ചിട്ട്, ഖഡ്ഗങ്ങൾ പതിക്കുക എന്ന് വെച്ചാൽ നിലത്ത് വീഴുക എന്നല്ല അർത്ഥം, മറ്റ് അസുരന്മാരുടെ ദേഹത്തിൽ പതിച്ചതായ ഖഡ്ഗങ്ങളെ കൊണ്ട് കേചിത് ഖഡ്ഗപാതൈ തീക്ഷ്ണൈ ഖഡ്ഗപാതൈ, തീക്ഷ്ണങ്ങളായിട്ടുള്ള അത്യധികം തീക്ഷ്ണങ്ങളായിട്ടുള്ള ഖഡ്ഗങ്ങളുടെ പാദങ്ങൾ കൊണ്ട് ദ്വിധാകൃതാ രണ്ടായി പിളർക്കപ്പെട്ടു, അവരുടെ ശരീരം തന്നെ പിളർന്നു എന്നുള്ളതാണ്. കേചിത് ദ്വിധ രണ്ട് വിധത്തിൽ രണ്ടാക്കപ്പെട്ടു. ഖഡ്ഗം കൊണ്ട്, ഖഡ്ഗങ്ങളുടെ പാദം കൊണ്ട്, വീഴ്ച കൊണ്ട്, അതായത് ഒരു ദേഹത്തിൽ പതിച്ചതായിട്ടുള്ള ഖഡ്ഗങ്ങളെ കൊണ്ട് അവരുടെ ദേഹം പിളർന്നു എന്നാണ്. തഥാ അപരേ വിബോധിത നിപാതേന ഗതയാ ഭുവിശേരത്തെ. തഥാ അപ്രകാരം തന്നെ അപരേ വേറെ ചിലർ ഗതയാ നിപാതിതാഹ, ഗത കൊണ്ട് നിപാതിതരായിട്ട് വീഴ്ത്തപ്പെട്ട്, ഗത കൊണ്ട് അടിച്ചു വീഴ്ത്തി വേറെ ചിലരേന്നാണ്.
ഗജയാ ഗജയാ നിപാതേന ഗജ കൊണ്ടുള്ളതായിട്ടുള്ള നിപാതം കൊണ്ട് വിബോധിതാഹ പിളർന്നതായിട്ട് ദേഹം പിളർന്നതായിട്ട് ഭുവി ചേരതേ ഭൂമിയിൽ ചേരതേ ശയിക്കുന്നു. വേറെ ചിലർ അങ്ങനെ ഗത കൊണ്ടുള്ള നിപാതം കൊണ്ടാണ്, ഗത കൊണ്ടുള്ളതായിട്ടുള്ള ആഘാതം കൊണ്ടാണ് വേറെ ചിലർ ഭൂമിയിൽ പതിച്ചത്. ചിലരെ ഖഡ്ഗം കൊണ്ട് വീഴ്ത്തി, ചിലരെ ഗത കൊണ്ട് വീഴ്ത്തി എന്നാണ്. ഗതയ നിപാതേന ഗത കൊണ്ടുള്ളതായ നിപാതം കൊണ്ട് വിബോധിതാഹ പിളർന്ന് ദേഹം പിളർന്ന് അപരേ മറ്റു ചിലർ ഭുവി ശേരതേ ഭൂമിയിൽ ശയിക്കുന്നു. അങ്ങനെ ഓരോരുത്തരെ ഓരോ തരത്തിൽ വസിച്ചു എന്ന് പറയാണ്. വേമുശ്ച കേചിത് രുധിരം മുസലേന ഭൃശംഹതാഃ കേചിന്നിപാതിതാ ഭൂമൗ ഭിന്നാശൂലേന വക്ഷസി. വേമുശ്ച കേചിത് രുധിരം മുസലേന ഭൃശം ഹതാഃ മുസലേന ഭൃശം ഹതാഃ മുസലം കൊണ്ട് ഉലയ്ക്ക കൊണ്ട് ഭൃശം ഹതാഃ അത്യന്തം താടിക്കപ്പെട്ട ഹതാഃ ഹതന്മാരായിട്ടുള്ള താടിക്കപ്പെട്ട് ഹതന്മാരായിട്ടുള്ള ചിലർ. രുധിരം വേമുഹു രുധിരം രക്തത്തെ വേമുഹു ഛർദിച്ചു. വേമുശ്ച കേചിത് രുധിരം ചിലർ രുധിരത്തെ വേമുഹു എന്നുള്ളതിന് ഛർദിച്ചു എന്നർത്ഥം. രുധിരത്തെ ഛർദിച്ചു. മുസലേന ഭൃശം ഹതാഃ മുസലം കൊണ്ട് ഉലയ്ക്ക കൊണ്ട് മർദ്ദിക്കപ്പെട്ടവരായി അത്യന്തം മർദ്ദിതരായിട്ടുള്ള ആ ചിലർ രക്തം ഛർദിച്ചു എന്നാണ്. കേചിത് നിപാതിതാ ഭൂമൗ ഭിന്നാ ശൂലേന വക്ഷസി. കേചിത് വേറെ ചിലർ ഭൂമൗ ശൂലേന വക്ഷസി ഭിന്നാഹ ശൂലം കൊണ്ട് വക്ഷസിൽ പിളർന്നവരായി. വക്ഷസ മാറ് ശൂലം കൊണ്ട് ദേവിയുടെ ശൂലം കൊണ്ട് മാറ് പിളർന്നവരായിട്ട് വക്ഷസി ശൂലേന ഭിന്നാഹ ഭൂമൗ നിപാതിതാഹ ഭൂമിയിൽ വീഴ്ത്തപ്പെട്ടു. വക്ഷസ് ഭേദിച്ചിട്ട് അവരുടെ വക്ഷസ് കീറി അവർ നിലത്ത് വീണു എന്നാണ്. ഭൂമൗ നിപാതിതാഹ ഭൂമിയിൽ വീഴ്ത്തപ്പെട്ടു. ഇനി നിരന്തരം ചരൗഖേണ കൃത്താ കേചിരണാജിരേ ശൈലാനുകാരിണ പ്രാണൻ മുമുജുസ്ത്രിദശാർദ്ദനാഹ ത്രിദശാർദ്ദനാഹ ശൈലാനുകാരിണ കേചിത് എന്ന്. ത്രിദശാർദ്ദനാഹ ത്രിദശന്മാരെ ദേവന്മാരെ മർദ്ദിച്ചതായിട്ടുള്ള ചിലർ അനവധി ദേവന്മാർക്ക് ഒക്കെ അവർ ഒടുക്കിയിരുന്നല്ലോ. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവന്മാരൊക്കെ അത്യധികം മർദ്ദനം കൊടുത്തിരുന്നതായിട്ടുള്ള ചിലർ ശത്രുക്കളായിട്ടുള്ള അസുരന്മാർ കേചിത് ചിലർ അങ്ങനെയുള്ളതായിട്ടുള്ള ചില അസുരന്മാർ പ്രാണാൻ മുമുജുഹു പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചു വിട്ടു, പ്രാണങ്ങളെ കളഞ്ഞു, ത്യജിച്ചു, പ്രാണങ്ങളെ ഉപേക്ഷിച്ചു എന്നാണ്. എങ്ങനെയുള്ളവരാണ് അവർ? ശൈലാനുകാരിണ ശൈലങ്ങളെ അനുകരിക്കുന്നവരായ അത്രത്തോളം ദേഹ വലിപ്പത്തോടു കൂടിയ ശൈലാനുകാരിണ ശൈലങ്ങളെ അനുകരിക്കുന്നതാ. ശൈലങ്ങൾ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ. പർവ്വതാകാരരായിട്ടുള്ള ചില അസുരന്മാർ കൃത്താഹ കൃത്തന്മാരായിട്ട് പിളർക്കപ്പെട്ടവരായി. ശരൗഖേണ കൃത്താഹ ശരൗഹം കൊണ്ട് ശരൗഹം അസ്ത്രസമൂഹം ഓഹം ച സമൂഹം എന്നുള്ള അർത്ഥമാണ്. ശരൗഹം ശരസമൂഹം കൊണ്ട് കൃത്തരായി പിളർന്നവരായി നിരന്തരം ഇടവിടാതെ കണ്ട് അസ്ത്രങ്ങൾ കൊണ്ട് ദേഹം പിളർന്നവരായിട്ട് നിരന്തരം ശരൗഖേണ കൃത്താഹ ഇടവിടാതെ ശരസമൂഹങ്ങളെ കൊണ്ട് ദേഹം പിളർന്നവരായി. കേചിത് ചിലർ രണാജിരേ രണത്തിൻ്റെ ആ ഭൂമിയിൽ അജിരം ചാൽ മുറ്റം ഭൂമി എന്നുള്ള അർത്ഥമാണ്. ആ രണഭൂമിയിൽ ശൈലാനുകാരിണ ശൈലങ്ങളെ അനുകരിക്കുന്നവരായിട്ടുള്ള മറ്റു ചിലർ ത്രിദശാർദ്ദനാഹ ത്രിദശന്മാരെ ദേവന്മാരെ മർദ്ദിച്ചിരുന്നതായിട്ടുള്ള ആ അസുരന്മാർ പ്രാണാൻ മുമുജുഹു പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. അതായത് അവർ സമൂഹങ്ങളെ കൊണ്ട് ദേഹം പിളർന്നിട്ടാണ് അവരുടെ അന്ത്യം ഉണ്ടായത് എന്നാണ്. കേഷാഞ്ചിത് ബാഹവച്ഛിന്നാഹ ഛിന്നഗ്രീവാസ്തഥാപരേ ശിരാംസി പേതുരന്വേഷം മന്യേ
മന്യേ മധ്യേ വിദാരിതാഹ. ഇനി കേഷാഞ്ചിത് ബാഹവ ഛിന്നാഹ. കേഷാഞ്ചിത് ചിലരുടെ ബാഹവഹ ബാഹുക്കൾ ഛിന്നാഹ മുറിക്കപ്പെട്ടു. ചിലരുടെ കൈയൊക്കെയാണ് മുറിഞ്ഞു പോയത്. കേഷാഞ്ചിത് ബാഹവ ഛിന്നാഹ. കേഷാഞ്ചിത് ചിലരുടെ ബാഹുക്കൾ കൈകൾ ഛിന്നാഹ ഛേദിക്കപ്പെട്ടു. ഛിന്നഗ്രീവാഹ തഥാ അപരേ. അപരേ തഥാ അപരേ. അതുപോലെ മറ്റു ചിലർ അപരേ മറ്റു ചിലർ ഛിന്നഗ്രീവാഹ കഴുത്ത് മുറിഞ്ഞവരായി. കഴുത്ത് മുറിഞ്ഞു വീണു. കഴുത്തും തലയും ശരീരവും വേറെ വേറെയായി. ഛിന്നഗ്രീവാഹ ഛിന്നമായ മുറിക്കപ്പെട്ട ഗ്രീവയോട് കൂടിയവരായി, കഴുത്തോടു കൂടിയവരായി. തഥാ അവരെ വേറെ ചിലർ അങ്ങനെയാണ്. ചിലരുടെ കൈ പോയി, ചില കൈയൊക്കെ വേറെയായി, ചിലരുടെ കഴുത്ത് വേറെയായി. ഇനി ശിരാംസി പേതുരന്വേഷം. മറ്റു ചിലരുടെ അന്വേഷം വേറെ ചിലരുടെ ശിരാംസി പേതുഹു ശിരസ്സുകൾ നിലത്ത് വീണു. അത് കഴുത്ത് വെട്ടിയിട്ടല്ലേ. ശിരാംസി പേതുഹു ശിരസ്സുകൾ അവരുടെ ശിരസ്സുകൾ നിലത്ത് വീണു വേറെ ചിലരുടെ. മന്യേ മധ്യേ വിദാരിതാഹ. ഇനി അല്ല, ശിരാംസി പേതുഹു അന്വേഷാം എന്ന്. അന്വേഷാം ശിരാംസി പേതുഹു വേറെ ചിലരുടെ ശിരസ്സുകൾ വീണു. അന്യേ മധ്യേ വിദാരിതാഹ എന്ന് അവിടെ പദം മുറിക്കുമ്പോൾ പേതുഹു അന്വേഷാം അന്യേ എന്നാവും. അന്വേഷാം അന്യേ എന്ന് വരും. അപ്പോൾ അന്യേ മധ്യേ വിദാരിതാഹ. അന്യേ മറ്റു ചിലർ മധ്യേ വിദാരിതാഹ മധ്യഭാഗത്താണ് അവർക്ക് വിദാരണം കിട്ടിയത്. അവരുടെ മധ്യഭാഗമാണ് മുറിക്കപ്പെട്ടത് എന്ന്. ചിലരുടെ കഴുത്താണ് പോയത്, ചിലരുടെ മധ്യഭാഗം മുറിഞ്ഞു എന്നാണ്. മധ്യേ വിദാരിതാഹ മധ്യത്തിൽ വിദാരിതരായിട്ട് മുറിക്കപ്പെട്ടവരായിട്ട് ചിലർ ഭവിച്ചു എന്നാണ്. അന്യേ പേതുരന്വേഷാം എന്നും അന്യേ എന്നും പദം മുറിയും. അന്വേഷാം ശിരാംസി പേതുഹു വേറെ ചിലരുടെ ശിരസ്സുകൾ വീണു. അന്യേ മധ്യേ വിദാരിതാഹ വേറെ ചിലർ മധ്യഭാഗത്ത് വിദാരിതരായി മുറിക്കപ്പെട്ടു, കീറപ്പെട്ടു, മുറിക്കപ്പെട്ടു എന്നുള്ള അർത്ഥം. ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.